السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين أما بعد. ഏറ്റവും സ്നേഹവും ബഹുമാനം ആദരവും നിറഞ്ഞ മുഅ്മിനീങ്ങളെ, ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് വളരെ പരിശുദ്ധ ദീൻ ഇസ്ലാമിനെ കൊഞ്ഞനം കാട്ടിക്കൊണ്ടിരിക്കുന്ന, ഇസ്ലാമിന്റെ ശിആറുകളെ തകർക്കാൻ വേണ്ടി നോക്കുന്ന പരിശുദ്ധ ദീൻ ഇസ്ലാം, ആ ദീൻ ഇസ്ലാമിനെ ഇവിടെ ലോകത്തിന്റെ മുമ്പിലേക്ക് സമർപ്പിക്കുന്ന പണ്ഡിത സഭയുണ്ട്. ഇവിടെ ആ പണ്ഡിതന്മാർ ചീത്ത പറഞ്ഞുകൊണ്ടും ആ പണ്ഡിതന്മാരെ നിസ്സാരപ്പെടുത്തിക്കൊണ്ടും ഇപ്പോൾ കേരളത്തിൽ കുറച്ചു വർഷമായി ഇറങ്ങിയിട്ട് അവർ തന്നെ പറയുന്നു, അവർ തന്നെയാണ് സ്റ്റേജിലും ഇതൊക്കെ കേൾക്കുന്നത്. പക്ഷേ ഇത് ഞാനിത് പറയാൻ കാരണം, ഒരു ചെറുപ്പക്കാരൻ എന്നെ നേരിട്ട് കണ്ട് പറഞ്ഞതാണ്, ഉസ്താദേ, ഇന്നൊരു വ്യക്തി തലപ്പാവ് ധരിച്ചിട്ടുണ്ട്, കമീസ് ധരിച്ചിട്ടുണ്ട്, അവിടെ വീട് നോക്കുന്ന മുഴുവനും ഷെയ്ഖ് മശായിഖ് കുത്തുബൊക്കെ പറയുന്നവർ, അവരാണ് ഷെയ്ഖ് എന്ന് പറഞ്ഞ് നടക്കുന്ന സൂഫിയാക്കൾ. സൂഫി എന്ത് കള്ള സൂഫി? ആ സൂഫിയാക്കൾ എന്ന് പറഞ്ഞ് നടക്കുന്ന കൂട്ടർ, അവർ ഇന്ന് വരെ ഒരു സൂഫിയാക്കളായ വിഷയങ്ങളോ അവർ ദിക്ർ നടത്തുന്നതായിട്ടോ സലാത്തോ ഒന്നുമല്ല അവിടെ എല്ലാ ദിവസവും കേൾക്കുന്നത്. ഇതെന്താണെന്ന് ഞാൻ ചോദിച്ചു. അപ്പൊ പറഞ്ഞു, ആലിമീങ്ങൾ ചീത്ത പറയൽ മാത്രമാണ്, സുന്നത്ത് ജമാഅത്തിന്റെ ആലിമീങ്ങൾ ചീത്ത പറയൽ. പച്ചക്കായി എന്തെല്ലാം വിളിച്ചു പറയാണ് മഹാനായ സുൽത്താനുലമയും സമസ്തയുള്ള മുഴുവൻ ആലിമീങ്ങളെയും. സമസ്തയിലുള്ള ആലിമീങ്ങളെ പേരിപ്പോൾ ബഹുമാനപ്പെട്ട സുൽത്താനുലമയും പേരുടുസ്ഥാന പേര് മാത്രമാണ് നമുക്ക് പറയുന്നതെങ്കിലും സമസ്തയിലുള്ള മുഴുവൻ ആലിമീങ്ങളെയും, ആ സമസ്ത അപ്പുറത്തുള്ളതാവട്ടെ ഇപ്പുറത്തുള്ളതാവട്ടെ, സംസുലുമയുടെ സമസ്തയാവട്ടെ സുൽത്താനുലമയുടെ സമസ്തയാവട്ടെ, രണ്ടും ഒന്നാണ്. ഈ രണ്ട് സമസ്തയിലുള്ള പണ്ഡിതന്മാരെയാണ് മുപ്പോൾ ചീത്ത പറയുന്നത്. ആലോചിക്കണം നിങ്ങൾ. അത് കേൾക്കാൻ വേണ്ടി നിൽക്കുന്ന തലപ്പാവ് ധരിച്ചിരിക്കുന്ന ഹംകീങ്ങൾ ആ സ്റ്റേജിലുണ്ടല്ലോ എന്ന് ഞാൻ ചിന്തിക്കുന്നത്. മരിച്ചു പോകണ്ടേ? അള്ളാഹുവർക്ക് ഹിദായത്തിന്റെ വെളിച്ചം കൊടുക്കുക റഹ്മാൻ. ഈ മൂന്ന് കൂട്ടർ ഏതായാലും പഠിച്ചുപോയി. നൗഷാദും മറ്റേത് കുഞ്ഞു മുഹമ്മദും അൻവറും അത് പഴച്ചുപോയാണ്. ആ പഴച്ചവരെ കേൾക്കാൻ വേണ്ടി സദസ്സിൽ ഇരുന്ന് കൊടുക്കുന്ന തലപ്പാവ് ധരിച്ച ആലിമ്, എനിക്ക് അലിമ് എന്ന് പറയാൻ പറ്റില്ല, അവർ ഇരുന്ന് കൊടുക്കുന്നുണ്ടല്ലോ എന്നതാണ് ഞമ്മക്ക് പറയാനുള്ളത്. എന്നാൽ എത്ര വർഷമായി നിങ്ങൾ ചീത്ത പറഞ്ഞുകൊണ്ട് സൂഫിയാക്കൾ എന്ന് പറഞ്ഞു കൊടുക്കുന്നത്? നിങ്ങളെ പ്രവർത്തനവും ഇപ്പോഴത്തിരിക്കുന്ന മഹാനായ പേരുസ്താദിന്റെ പ്രവർത്തനവും നിങ്ങളൊന്ന് എല്ലാ ചെറുപ്പക്കാരും യൂട്യൂബിലൂടെ ഒന്ന് കണ്ടു മനസ്സിലാക്കണമെന്നാണ് ഈ പറയുന്നത്. നിങ്ങൾ ആ മഹാന്മാരുടെ കേസറ്റുകൾ, വീഡിയോകൾ യൂട്യൂബിലൂടെ കാണാം. അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങളും ഈ കുരുട്ടൂരീസ് എന്ന് പറയുന്ന കള്ള ശരീക്കത്ത്, കള്ള ഷെയ്ഖ് സൂഫി എന്ന് പറഞ്ഞ് നടക്കുന്ന നൗഷാദും ഈ കുഞ്ഞു മുഹമ്മദും അൻവറും ഒക്കെ പറഞ്ഞ് നടക്കുന്നുണ്ട്. 3 അടുപ്പക്കല്ല്. ആ 3 അടുപ്പുകൾ എന്ത് കിതാബോധി പറഞ്ഞു മനസ്സിലാക്കി കൊടുത്താലും നിങ്ങൾ അഹങ്കാരത്തോടെ അസൂയത്തോടെയാണ് ആ പണ്ഡിതനെ ചീത്ത പറഞ്ഞെടുക്കുന്ന. നിങ്ങൾ അള്ളാഹുവിന്റെ മുമ്പിൽ എത്തുമ്പോ നൗഷാദിനോടും അൻവറിനോടും ചോദ്യം ചോദിക്കുന്ന ചോദ്യത്തിന്റെ ആ കടപ്പം എത്രയായിരിക്കും? മോനെ, എനിക്ക് കിതാബ് അറിഞ്ഞുകൊണ്ട് എന്തും മോനേക്ക് എനിക്കേ കിതാബ് തരൂ. നീ ഇബ്ലീസിനെ കണ്ടിട്ടില്ലേ? കാറൂൻ ആമാനൊക്കെ ചത്തുപോയത് അറിയില്ലേ? അങ്ങനെ മുഴുവൻ ആലിമീങ്ങളെയും ചീത്ത പറഞ്ഞ അവസ്ഥയും അറിഞ്ഞിട്ടില്ലേ? അതുകൊണ്ട് മഹാനായ സുൽത്താനുലമ ചെയ്യുന്ന പ്രവർത്തനവും നിങ്ങളെ കള്ള ശരീക്കത്ത് സൂഫി എന്ന് പറഞ്ഞ എന്തൊക്കെയോ പറയുന്നുണ്ട്. 3-2 തപ്പ് എന്തെല്ലോ ഇട്ട ആളുകളൊക്കെ ഞാൻ ഈ വീഡിയോയിൽ കണ്ടിട്ടുണ്ട്. അന്ന് ഞാൻ പറയുന്നില്ല, അതിലേക്ക് നമുക്ക് കടക്കേണ്ട ആവശ്യവുമില്ല. ഈ ഇതിലേക്ക് പെട്ടുപോയ ചെറുപ്പക്കാരോട് പറയുന്നു, നിങ്ങൾ ഇതിൽ പെട്ടുപോകരുത്. പിന്നെ ഞാൻ നിർത്തുകയാണ്. പിന്നെ പറഞ്ഞു, ഷാദിരി നടത്താൻ ഇന്ന് ഇന്ത്യയിൽ ഉണ്ടെങ്കിൽ ഇന്ന് നടത്താൻ അർഹതപ്പെട്ടതും ഷാദിറാത്തവ് നടത്തേണ്ടത് എങ്ങനെയെന്നും പഠിപ്പിക്കുന്നത് നമ്മളെ ഷെയ്ഖിനൊക്കെ അറിയുള്ളൂ. അതേതാ ഷെയ്ഖ്? ഞാൻ ഷെയ്ഖിന്റെ പേരൊന്നും പറഞ്ഞില്ല, സയ്യിദ് എന്നാണ് പറയുന്നത്. ബഹുമാനപ്പെട്ട ബഡിത്തങ്ങൾ
വടിത്തങ്ങൾ ഒരു വടി മുറിച്ച് നടക്കുന്ന തങ്ങളാണ്. ഒരു എന്തെല്ലോ വിഷയങ്ങൾ പറയുന്നത് ഞാനേക്കൊന്നും കിടക്കുന്നില്ല. തങ്ങൾ അതുകൊണ്ട് ആ വിഷയത്തിലേക്ക് പോകേണ്ട ആവശ്യമില്ല. ആ തങ്ങളൊരു ഇത് സാധിരാത്തി നിർത്താൻ പറ്റിയ ആൾ വേറെ ആരുമില്ല. നമ്മുടെ നാട്ടിലൊക്കെ സാധിരാത്തി നിർത്തുന്നുണ്ട്. നമ്മൾ ഇന്ന് വരെ വടിത്തങ്ങളെ കൂട്ടിയിട്ട് വന്നിട്ടുമില്ല. തങ്ങളോട് എതിർത്തുകൊണ്ട് പറയല്ല, തങ്ങൾ നിസാരെ കൊടുത്തുകൊണ്ട് പറയല്ല. ഈ ഹംക്ക് പറഞ്ഞല്ലോ നൗഷാദ് ഷെയ്ഖ് വടിത്തങ്ങള് ചെയ്ത് തങ്ങളവരുകളാണ് നടത്താൻ അർഹപ്പെട്ട അവരൊക്കെ കൈയുള്ളൂ എന്ന് പറഞ്ഞു. അത് നമ്മളെ നാട്ടിലൊക്കെ ഒന്നും കൊണ്ടുവന്നിട്ടില്ലേ? നമ്മുടെ നാട്ടിലത്തെ ആളുകൾ തന്നെയാണ് സാധ്യത നടത്തുന്നത്. എന്ത് രസത്തിലാണ്, എന്ത് റാഹത്തിലാണ്, എല്ലായിടത്തും ഉണ്ടല്ലോ സാധ്യത നടത്തുന്നത്. അപ്പൊ നിങ്ങൾക്ക് മാത്രമേ കഴിയുള്ളൂ എന്നാണ്, ഇവർക്ക് അർഹതയുള്ളൂ. അച്ഛൻ നുണയം പറഞ്ഞ് നടന്ന മോനെ, എനിക്ക് ഞാൻ ഒന്നും അറിയാത്ത നമ്മൾ പോലും ഇങ്ങനെ പറയേണ്ടി വന്നാൽ ആലിമീങ്ങളൊന്നും എനിക്ക് മറുപടി തരൂല. ഒന്നും അറിയാത്ത നമ്മളെപ്പോൾ ഞങ്ങളിൽ കേൾക്കുമ്പോൾ മനസ്സിന്റെ ഉള്ളിൽ വേദന വരുന്നു. ആയിരക്കണക്കിന് പണ്ഡിതന്മാർ ഒളിച്ചെടുക്കുന്ന ആലിമുകൾ ചീത്ത പറയുന്ന നിങ്ങളെ ഈ 3 അടുപ്പും കല്ലുകള് നിങ്ങളെ അവസാനത്തെ അന്ത്യം ഓർത്തിട്ടാണ് നമുക്ക് സങ്കടം. അല്ലാഹുവേ അവർക്ക് 3 ഇദാത്തിന്റെ വെളിച്ചം നീ കൊടുക്ക് റഹ്മാനേ. അവരിതേക്ക് കൊണ്ടുപോവാ അല്ലാ. അവരെ കാറൂനും ആമാനും ഇബ്ലീസൊക്കെ ചത്തുപോയതുപോലെ നീ അവരെ കൊല്ലല്ല അല്ലാ. സുന്നത്ത് ജമാഅത്തിലേക്ക് തിരിച്ചു വന്ന് അവർ സുന്നിയായി ആ സമസ്തയിൽ അടിയുറച്ച് ജീവിച്ചുകൊണ്ട് മരിക്കാൻ നമുക്ക് നീ തൗഫീഖ് നൽകല്ലാ. നമുക്ക് അങ്ങനെ വായിക്കാം. അതുകൊണ്ട് ഈ വാക്കൊക്കെ നിർത്തും നൗഷാദേ. വളരെ വിനയത്തോടാ പറയുന്നത്. നീ പറയുന്നൊക്കെ എന്ത് കേൾക്കുമെന്ന് നിങ്ങൾ കുറച്ച് കൂട്ടരല്ലാണ്ട് വേറെ ആരും കേൾക്കൂല. പക്ഷേ മൊയ്ലാമാരൊക്കെ കേൾക്കുന്നുണ്ട്. ഇതിന്റെ ആ ബണ്ടൽ വിടുന്നത് കേൾക്കാൻ വേണ്ടിയിട്ടാണ്. പേരോട് ഉസ്താദിനെ വെല്ലുവിളിക്കാൻ പോലും ഉള്ള ഒരാളാപ്പോ നൗഷാദ്. നൗഷാദിന്റെ ഉസ്താദ് റഈസുൽ ഉലമ ഉസ്താദിനൊക്കെ വെല്ലുവിളിക്കുന്നവന്, സുൽത്താനെ വെല്ലുവിളിക്കുന്നത്. നിന്റെ ആക്കിബത്ത് നീ നോക്കിക്കോ മോനെ നൗഷാദേ. നീ എത്ര പ്രസംഗിച്ചിട്ടും എന്ത് കിതാബ് ഇമാർത്ത് പറഞ്ഞിട്ടും നീ അതെന്തുകൊണ്ടൊന്നും നിന്റെ കുത്തുബല്ലാലം മടുവോസിയം നിന്റെ കൂടെ ഇല്ല. നിന്റെ കൂടാരത്തിന്റെ കൂടെ ഉണ്ടാകൂല. ആ കുത്തുബുല്ലാലം CM മടുവന്നു ഉള്ളത് നമ്മുടെ കൂടെയാണ്, സമസ്തയുടെ കൂടെയാണ്. ആനാ സുൽത്താനുമേ കൂടെ ഇരിക്കും, നിങ്ങളെ കൂടെ ഉണ്ടാകൂല കേട്ടോ. ബാഹിരായിട്ട് എന്ത് പറഞ്ഞോ കുത്തുബുല്ലാലം കൂടെ, കുത്തുബുല്ലാലം ഒരു ചുക്കു നിങ്ങളെ കൂടെ ഉണ്ടാകൂല. വടകര മുഹമ്മദ് ഹാജി തങ്ങൾ തങ്ങൾ നിങ്ങളെ കൂടെ ഉണ്ടാകൂല. നമ്മളെ കൂടെ മഹാനാ സുൽത്താനിലൂടെ കൂടെ ഉണ്ടാവുള്ളൂ. ആ ഒരു കാര്യം ഓർത്തോ. നിന്റെ കൂടെ ഇരിക്കുന്ന പച്ചസാലക്കെട്ടിരിക്കുന്ന ആളുകളുണ്ടല്ലോ, അവരാക്കിബത്തും അവർ മനസ്സിലാക്കിക്കോ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. നീ പറയുന്ന മുഴുവൻ പച്ചതുണയികളും ആ ഷർറിൽ നമ്മളെ നിന്ന് പെടുത്തല്ല അല്ല. നമ്മൾ ആ ഷർറിൽ നമ്മളെ കുടുംബത്തെ നമ്മളെ ബന്ധപ്പെട്ടവരെ സ്നേഹിക്കുന്നവരെ ആ കുരുട്ടൂരീസത്തിൽ പെടുത്തല്ലേ അല്ലാ. മരിക്കുന്നവരെ ആ കുരുട്ടൂരീസത്തിൽ ഷർറിൽ നമ്മൾ പെടുത്തല്ല, കള്ള സൂഫിയിൽ ആരും പെടുത്തല്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഈ വീഡിയോ നിങ്ങൾ കേൾക്കണം. ഉഷാനക്ക് എത്തിച്ചോ. ഓൻ എന്ത് മറുപടി? നമുക്ക് ചുക്ക് പുല്ല് കർണാടകീട്ട് കാരണം നമ്മൾ ഇന്നൊരു പേടിയുമില്ല നമുക്ക്. ദുനിയാവിലെ അള്ളാഹ് റസൂൽ നിന്നെ എന്തിനാ പേടിക്കുന്നത്? പക്ഷെ നീ പറയുന്ന ആനായ പേരുസ്താനും സുൽത്താനുവിനെ വെല്ലുവിളിക്കുന്ന നീ, അത് ഞമ്മക്ക് സഹിക്കൂല. നമ്മളെ ആലിമീങ്ങളെ ചീത്ത പറയുമ്പോ നമുക്ക് സഹിക്കൂല. ആ ആലിമകൾ ചെയ്യുന്ന ഒരു പ്രവർത്തനം നീ എന്ന് കാണിക്കുമോനെ. ഒരു മുത്താലിമ വളർത്തിയത് കാണിക്കി, ഒരു സ്ഥാപനം ഉണ്ടാക്കിയത് കാണിക്കുമോനെ. അതൊന്നും ചെയ്യാതെ റൂമിന്റെ ഉള്ളിൽ കൂടിയിട്ട് സ്റ്റേജും കെട്ടിയിട്ട് നീ മാത്രം നൗസായി 3 അടുപ്പും കല്ലും കുറച്ചാളിരുത്ത് നീ പറയുന്നുണ്ടല്ലോ മോനെ. നിന്റെ ആക്കിബത്ത് നിന്ന് നീ രക്ഷപ്പെടുത്താൻ നോക്ക്. ഓ കള്ള സൂഫി, കള്ള നൗഷാദേ, അൻവരെ, നിങ്ങളോട് ഞനക്കത്രേ പറയാനുള്ളൂ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അള്ളാഹു ഷർറിൽ നിന്ന് കടത്തുമാറാവട്ടെ. സമസ്തയിൽ അടിയുറച്ചിരിക്കാൻ സമസ്തയുള്ള മുഴുവൻ ആളുകളെയും അപ്പുറത്തും ഇപ്പുറത്തേക്കും എല്ലാ സമസ്തയിലെ ആളുകളും അള്ളാഹു രക്ഷപ്പെടുത്തുമാറാവട്ടെ. കുരുട്ടൂരിസത്തിൽ നിന്ന് അള്ളാഹു രക്ഷപ്പെടുത്തുമാറാവട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.